ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ യൂണിറ്റായ ദ വാംത്ത് ഓഫ് ലവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു യൂണിറ്റിൻ്റെ പേര് വാംത്ത് ഓഫ് ലവ് എന്നാണ്. അതായത് സ്നേഹത്തെക്കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ സംസാരിക്കുന്നത്. ഈ യൂണിറ്റിൻ്റെ ആരംഭത്തിൽ ഒരു കവിതയിലെ ഒരു വരി കൊടുത്തിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്നത് പ്രശസ്തനായ അമേരിക്കൻ പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. ഈ വരി അദ്ദേഹത്തിൻ്റെ ദ ബേർച്ചസ് എന്ന് പറയുന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വരിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. അതായത് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഭൂമി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ യൂണിറ്റിൻ്റെ ആരംഭത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 2 ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരു ചിത്രം 1 എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്, മറ്റു ചിത്രത്തിന് 2 എന്ന നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 2 ചിത്രങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് അതിനുശേഷം നമ്മൾ ആൻസർ ചെയ്യേണ്ട 5 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത്, വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? ഒന്നാമത്തെ ചിത്രത്തിലെ കുട്ടി എന്താണ് ചെയ്യുന്നത്? ഈസ് ഹി ഹാപ്പി? വാട്ട് ഈസ് ദ റീസൺ? അവൻ സന്തോഷവാനാണോ? എന്താണ് അതിൻ്റെ കാരണം? അടുത്തത്, രണ്ടാമത്തെ ചിത്രത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ്, വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? രണ്ടാമത്തെ കുട്ടി എന്താണ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? അവൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ഈ രീതിയിൽ എഴുതാവുന്നതാണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? ദ ഫസ്റ്റ് ബോയ് ഈസ് ലുക്കിംഗ് അപ്പ് അറ്റ് ഹിസ് മദർ. അവൻ അവൻ്റെ അമ്മയെ നോക്കുകയാണ്. ഈസ് ഹി ഹാപ്പി? യെസ്, ഹി സീംസ് ഹാപ്പി. ഹിസ് എക്സ്പ്രഷൻ ഈസ് പോസിറ്റീവ്. അവൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ അത് പോസിറ്റീവാണ്, അവൻ സന്തോഷവാനാണ്. ആൻഡ് ഹീ ഈസ് ലുക്കിംഗ് അറ്റ് ഹിസ് മദർ വിത്ത് എ സ്മൈൽ. അവൻ ചിരിച്ച മുഖത്തോടെയാണ് അമ്മയെ നോക്കുന്നത്. വാട്ട് ഈസ് ദ റീസൺ? അതിൻ്റെ കാരണം എന്താണ്? ദ ബോയ്സ് ഹാപ്പിനെസ് ഈസ് എ റിസൾട്ട് ഓഫ് ഹിസ് ഇൻറ്ററാക്ഷൻ വിത്ത് ഹിസ് മദർ. അപ്പോൾ അമ്മയെ കണ്ടതുകൊണ്ടുള്ള സന്തോഷമാണ്. ഹു ഈസ് സ്മൈലിംഗ് ആൻഡ് ജെൻ്റ്ലി ടച്ചിങ് ഹിസ് ഫേസ്. അപ്പോൾ അവൻ്റെ അടുത്ത് തന്നെ അവൻ്റെ അമ്മ അവനെ തലോടിക്കൊണ്ട് നിൽക്കുന്നു. സജസ്റ്റിംഗ് എ മൊമെൻറ്റ് ഓഫ് അഫെക്ഷൻ ഓർ എൻകറേജ്മെൻറ്റ്. അപ്പോൾ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹമാണ് ഈ ചിത്രത്തിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിലെ ബോയിയുടെ കാര്യം എന്താണ്? വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? ദ സെക്കൻഡ് ബോയ് appears to be crying. പക്ഷേ രണ്ടാമത്തെ ചിത്രത്തിലെ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ഹോൾഡിങ് ഹിസ് സ്റ്റമക്ക് ആൻഡ് ഹാസ് എ ഡിസ്ട്രസ്ഡ് എക്സ്പ്രഷൻ ഓൺ ഹിസ് ഫേസ്. അല്ലേ, അവൻ്റെ മുഖത്ത് ഒരു ദുഃഖമാണ് കാണുന്നത്. അല്ലേ, അവൻ്റെ വയറൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ വളരെ സങ്കടകരമായ ഒരു ഭാവമാണ് അവൻ്റെ മുഖത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവൻ്റെ അമ്മ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? ദ മദർ ഈസ് ബെൻഡിങ് സ്ലൈറ്റ്ലി ടുവേർഡ്സ് ഹിം. അവൻ്റെ അടുത്തേക്ക് നിൽക്കുന്നു. വിത്ത് എ കൺസേൺഡ് ലുക്ക് ഓൺ ഹെർ ഫേസ്. അല്ലേ, അവനെ സ്നേഹത്തോടെ നോക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഷീ ഈസ് പോയിൻറ്റിങ് ഓർ ജസ്റ്ററിങ്. അല്ലെ, എന്തോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോസിബിളി ആസ്കിങ് വാട്ട് ഈസ് റോങ് ഓർ ട്രൈങ് ടു കംഫർട്ട് ഹിം. അവനോട് ചോദിക്കുകയാണ് എന്താണ് പ്രശ്നമെന്ന്, അല്ലെങ്കിൽ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.